കാതുകൾക്കും കണ്ണുകൾക്കും കുളിർമയേകാനായി ഹിയർ ഈസ് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. കോമ്പറ്റീഷനിലേക്ക് മൂവ് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് വെൽക്കം അവർ പെർമനന്റ് ജഡ്ജസ് ബിജി ബാൽ, റിമി ടോമി ആൻഡ് അരുന്ധതി ചേച്ചി. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡിൽ നമ്മുടെ ഫസ്റ്റ് പെർഫോമറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ സ്റ്റേജിലും നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല പെർഫോമൻസസ് നമുക്ക് സമ്മാനിച്ച ബിൻഹ റോസ് ആണ്. ലെറ്റ്സ് വെൽക്കം ബിൻഹ ഓൺ ടു ദി സ്റ്റേജ്. ബിൻഹ, കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് സ്റ്റേജിലെത്തി. കഴിഞ്ഞ സ്റ്റേജിൽ വളരെ നല്ല പെർഫോമൻസസ് ആയിരുന്നു ഞങ്ങൾക്ക് തന്നത്. നല്ല മാർക്കും സ്കോർ ചെയ്തു. അപ്പം ഈ സ്റ്റേജിൽ അങ്ങനെ ആയിരിക്കും അല്ലേ? ട്രൈ ചെയ്യാം അല്ലേ? അപ്പം സോങ്ങിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ചോദിക്കാം. പറയൂ അങ്കിൾ, ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ബിൻഹ ഇന്ന് പാടുന്നത് പാർത്താലെ പരവശം എന്ന ചിത്രത്തിലെ അൻപേ സുഗമ എന്ന പാട്ടാണ്. റഹ്മാൻ സാറിന്റെ. അതെ. ഓക്കെ. പ്രാക്ടീസ് ചെയ്തോ നന്നായിട്ട്? കുഴപ്പമില്ല. All the best for you. Thank you. ഇന്ന് ഫസ്റ്റ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഈ റൗണ്ടിൽ അല്ലേ? All the best മോളു. Thank you. Let's check it out. സുഖമാ ഉൻ കോപങ്ങൾ സുഖ
ബിൻഹ റോസ്, ഓസം പെർഫോമൻസ്, നന്നായിരുന്നു. നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ഓക്കെ, ബിചേട്ടാ. ബിൻഹ നല്ലോണം പാടി മോളെ. പിയാനോ ഒരു സെഷന് പറ്റിയ ഒരു പാട്ടാണ് അത്. എനിക്ക് പക്ഷെ ബിൻഹ കംഫർട്ടബിൾ ആയിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പല ഏരിയകളിലും കുറച്ച് ശ്രുതി പ്രശ്നങ്ങളുണ്ടായിരുന്നു. മിക്ക ഏരിയകളിലും കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു, കുറച്ച് താഴെയായിരുന്നു പാട്ട്. എനിക്ക് തോന്നുന്നു ഫീഡ്ബാക്ക് കിട്ടാത്തതുകൊണ്ടാണ്, പിയാനോ കേട്ട് പാടാത്തതുകൊണ്ടാണ്. നമ്മൾ കുറച്ച് എന്താ പറയുക, ആങ്ഷ്യസ് ആവുമ്പോൾ പറ്റുന്ന കാര്യമാണത്. നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടുത്ത പ്രാവശ്യം കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് ഇതായിപ്പോയി ശ്വാസമോ. ഇത്രേ ഉള്ളൂ പാട്ട്. ഇനി ചരണം ഉണ്ടോ അതോ ഇത്രയല്ലേ ഉള്ളൂ? അത്ര എനിക്ക് തോന്നിയുള്ളൂ. കുറച്ച് ബിൻഹയുടെ ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു പെർഫോമൻസ് വന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ലക്ക്. ബിൻഹ റോസ്, ഇത്രയും ഇപ്പൊ ബിചേട്ടനും പറയാൻ കാരണം എന്ന് വെച്ചാൽ നല്ല സോങ് സെലക്ഷൻ, അത് ആദ്യം പറയണം. നമുക്ക് ഭയങ്കര ഒരു അല്ലേ, ഒരു ഈ ഒരു റൗണ്ട് വരാൻ ഓരോ ദിവസവും നമ്മൾ കാത്തിരിക്കണം, ഒരു പിയാനോ റൗണ്ട് കേൾക്കാൻ വേണ്ടി. അതുപോലെയാണ് എല്ലാവരും ഈ ജൂനിയർ ഐഡലിന്റെ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല പാട്ട് കൊടുക്കാൻ പറ്റും മോക്ക് എന്തായാലും. പിന്നെ നമ്മൾ പറയണ ഇത്രേ ഉള്ളൂ, കാരണം കഴിഞ്ഞ റൗണ്ടിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്കാണോ കഴിഞ്ഞ ഷെഡ്യൂളിലെ? അല്ല എന്നാലും ഏറ്റവും കൂടുതൽ അല്ലെങ്കിലും 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തായിട്ട് കഴിഞ്ഞ റൗണ്ടിൽ മോളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ ഉണ്ടായിരുന്നുകൊണ്ടാണോ? അത് മാത്രമല്ല, ബിൻഹയ്ക്ക് ഇനിയും, കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായോണ്ട് പറഞ്ഞതാണ്. എന്തായിരുന്നു പറ്റിയത്? എനിക്കൊന്ന് ഇരുന്ന് പാടുന്നോണ്ട് എന്തെങ്കിലും ശ്വാസ തടസ്സം അങ്ങനെ എന്തെങ്കിലും തോന്നിയ മോക്ക്? അതാണ് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നിയത്. പിന്നെ മോളുടെ നല്ലൊരു പ്രത്യേകതയുള്ള ഒരു ശബ്ദമാണ്, ഒരു പ്രത്യേക ടോണാണ് മോളുടെ, രസമുണ്ട് അതില്. ഇപ്പൊ മോള് വെറുതെ റിഹേഴ്സലിൽ നിന്ന് പാടിയപ്പോ പോലും നമ്മളിവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് വർത്താനം പറയാൻ പറ്റണില്ല. അവിടെ എന്താന്ന് പറഞ്ഞത് നമ്മള് നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മള് ആരെന്ത് വലിയ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് അറിയാണ്ട് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുള്ളത് ശരിയാണ്. അപ്പൊ ഇപ്പൊ വിഷമിക്കണ്ട, ഈ പാട്ട് നന്നായിട്ട് പാടി. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? തകർക്കും. ഇത്രയും പോസിറ്റീവ് എനർജി തരുന്ന ആൾക്കാരുള്ളപ്പോൾ ഇതൊക്കെ അല്ലേ മോളെ? ഞാൻ പിന്നെ ഇവര് കമ്പാരിറ്റീവായിട്ട് കേട്ടത് കൊണ്ടാവാം ഇവർക്ക് തോന്നിയത്. ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണല്ലോ മോളുടെ കേൾക്കണത്. ആദ്യം ഞാൻ നല്ല ആസ്പെക്ട് പറയട്ടെ, മോൾക്ക് നല്ല ഒരു വോയിസ് ദൈവം തന്നിട്ടുണ്ട്. നല്ല വളരെ വളരെ ബോൾഡായിട്ട് നല്ല വോയിസ് കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞ മാതിരി നല്ല ഗെയിനുള്ള വോയിസ്, നല്ല സ്റ്റഡി വോയിസ്, നല്ല ബലമുള്ള വോയിസ്, അതേസമയം നല്ല സ്വീറ്റ് വോയിസ്. എന്ത് ടൈപ്പ് പാട്ടും ഈ വോയിസിന് പാടാം കേട്ടോ. മോൾക്ക് നല്ല റേഞ്ച് ഉണ്ട്, നല്ല മെലഡിയും പാടാം, അല്ലാത്ത സോങ്സും പാടാം. കുറച്ച് ഹെവി വോയിസ് വേണ്ട സോങ്സ് മോൾക്ക് പാടാം, നല്ല വോയിസ്. പിന്നെ ഓരോരുത്തർക്ക് ചില പ്രത്യേക ദിവസങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാതിരി ആയിരിക്കില്ല. ഇത് ചിലപ്പം അങ്ങനത്തെ ഒരു ഇത് ആയിട്ട് എനിക്ക് തോന്നുള്ളൂ. നമുക്കുള്ളിലുള്ള ടാലന്റ് ഒരിക്കലും ആ കഴിവൊന്നും പോകുന്നുമില്ല. ഓരോ ദിവസം ഓരോരുത്തർക്ക്, നമ്മളൊക്കെ പെർഫോം ചെയ്യുന്ന കാരണം എങ്ങനെയായാലും ചില ദിവസം അങ്ങനെ ഉദ്ദേശിച്ച മാതിരി വരണം എന്നില്ല. ഈ ശ്വാസത്തിന്റെ എനിക്കും തോന്നി. പിന്നെ കുറച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ വോയിസ് ഇങ്ങനെ കട്ടായി, വേറെ സ്ഥലത്തും ഇങ്ങനെ ഇതായി, ഉദ്ദേശിച്ച മാതിരി അവിടെ നിന്നില്ല. അതൊക്കെ വളരെ മൈനർ ആയിട്ടുള്ള, ടെമ്പററി ആയിട്ടുള്ള ഇന്നത്തെ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ നോക്കുകയാണെങ്കിൽ മോള് ഒരു പ്രൊഫഷണലിസം ഉള്ള സിംഗറാണ് കേട്ടോ മോളെ. നല്ല ഒരു യു ക്യാൻ ബി എ പ്രൊഫഷണൽ സിംഗർ. കുറച്ച് നമ്മൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യാണ് നന്നായിട്ട് വരാം. മോക്കറിയാവോന്ന് അറിയത്തില്ല, ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം ആലപിച്ചിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്. മോൾ എത്രയല്ലേ പഠിക്കുന്നത്? 8ല്. ഒരു 9ൽ പഠിക്കുന്ന കൊച്ചാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. നമ്മളെല്ലാരും ഞെട്ടിപ്പോയി. അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ശരിക്കും പ്ലേ ബാക്ക് സിംഗർ ആവാൻ പറ്റും. അതിനുള്ള നല്ല ശബ്ദമുണ്ട്, എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അപ്പോ അതിനുവേണ്ടി ഒരു ട്രെയിനിങ് തന്നെയാണ് ഇപ്പൊ ഇത്രയും സംഗീത കോളേജിൽ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. ഏത് കോളേജ് ടീച്ചർ പഠിപ്പിക്കുന്നത്? SN കോളേജ് ഫോർ വിമൻ കൊല്ലം ടീച്ചറുണ്ട്. പിന്നെ ഒരുപാട് ജ്ഞാനസ്ഥനായ ഒരുപാട് നല്ല ഹിറ്റ് ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ വരദാനമായി മാറിയ അദ്ദേഹത്തിന് പുകഴ്ത്തി പറയുന്ന താല്പര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാണ്ട് വിടുന്നത് ശരിയല്ലല്ലോ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ബിൻഹ കുഴപ്പമില്ല അല്ലേ? ഈ മാർക്സ് അറിയാം എങ്ങനെയുണ്ട്. ബിചേട്ടാ, ഔട്ട് ഓഫ് 30 മാർക്സ് ഇപ്രാവശ്യം ഇച്ചിരി കുറവാണ്.
25.5. 25.5. റിം ചേച്ചി? അടുത്ത പ്രാവശ്യം കൂടുതൽ കലക്കാൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടി ഇപ്പൊ 25.75. 25.75. ചേച്ചി? ഞാൻ മോൾക്ക് കുറച്ചുകൂടെ തരാം കേട്ടോ. 26.75. 26.75. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് 10 വിച്ചേട്ടാ? എക്സ്പ്രഷൻ കുറച്ചും കൂടി ആവാൻ തോന്നുന്നു. 2.25 out of 3. 2.25. ചേച്ചി? 4-ൽ 3.75 കേട്ടോ. 3.75 on 4. ചേച്ചി? മോൾക്ക് പിയാനോ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ നന്നായിരുന്നു. 2.5 on 3. 2.5 on 3. Your total score is 86.5 on 100. ഇത് പറ്റി. കഴിഞ്ഞ പ്രാവശ്യം 90 ഒക്കെ വാങ്ങിച്ച കുട്ടിയാ. എന്ത് പറ്റി? അറിയില്ല. നമുക്ക് അടുത്ത റൗണ്ടില് ഇതൊക്കെ മാറ്റി നല്ല മാർക്ക് സ്കോർ ചെയ്യണം അല്ലേ? Try hard for that. You will surely do that. All the best for you. Thank you. Arey baba rukko, wo mai janu, give me a look. നല്ല വരികളല്ല ഈ പാട്ടിന്റെ. നല്ല കുടുംബമാണ്, ഒരു കോവിൽ മാതിരിയാണ്. നല്ല കുടുംബം താൻ ഒരു കോവിൽ, என்றும் தெய்வீகம் வைபோகம் கொண்டாடும் இடமல்லவா. ഹസ്ബൻഡ് താൻ പോയാച്ച്, ഹസ്ബൻഡ് താൻ ആയാച്ച്. രണ്ടുപേരുടെ വോയിസ് ഒരുമിച്ച് പാടുന്നു, അത് ഇത്ര പ്രായത്തില് വളരെ പക്വതയോടെ തന്നെ അത് ഡീൽ ചെയ്തു. അമ്മാടിയെ നിന്റെ പോട്ടി ഇപ്പോ എന്നാച്ച് சொல்லுங்க മാമി. எப்போதும் லைஃப் பார்ட்னர் வேண்டும், ஏது ஆனாலும் துணதேட தோன்றும். அன்பு 50-60 ஆன போது மலரும். വളരെ നന്നായിരുന്നു. ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരും നിൻ ബാല്യം. ആരോമേറ്റിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമയാണെന്റെ ബാല്യം. Junior Idol, Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. Let's move to the next performance of Ideal World Junior Idol Season 2. For today's episode, Sing for Fun റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം കൃതിക. കൃതിക? എന്തോ? ഹായ്. ഹായ്. സെക്കൻഡ് സ്റ്റേജിലെത്തി. അതെ. നല്ല വേഷമാണ് കേട്ടോ. താങ്ക് യു. നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ ഔവൈ ഷൺമുഖി എന്ന മൂവിയിൽ റുക്കു 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 എന്ന് പറഞ്ഞ സോങ്. ഓക്കെ, റുക്കു റുക്കു റുക്കു. കഴിഞ്ഞ പെർഫോമൻസസ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? റെസ്പോൺസസ് എങ്ങനെ ഉണ്ടായിരുന്നു? റെസ്പോൺസസ് നല്ലതാണ്. നല്ലതാണ്. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ആണോ? ജഡ്ജസും പറഞ്ഞു അല്ലേ? അതെ. അതെ, നമുക്ക് ഈ സ്റ്റേജിലൂടെ നമുക്ക് എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് ഫൈനൽസിൽ എത്തണം. അതെ. ഡു വെൽ, ഗുഡ് ലക്ക്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഹലോ. ആണോ? ശരി മക്കളെ, ശരി ശരി ശരി. എന്താ മുതലാളി? എടാ, നിങ്ങൾ റെഡിയാണോ? കയ്യിലൊരു കോടി എന്ന പ്രോഗ്രാമിന് ഞാൻ പോയത് നിനക്കറിയാലോ. അതിലെനിക്ക് കോടി അടിച്ചില്ലേ? അതെന്റെ അമേരിക്കയിലുള്ള മക്കളെല്ലാം അറിഞ്ഞു. ഓണത്തിന് വിളിച്ചാലും വിഷുവിന് വിളിച്ചാലും വരാത്ത മക്കളാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുവാ. കോടി അവന്മാർക്കെല്ലാം കൂടെ വീതിച്ചെടുക്കാനാ. അല്ല, താന്റെ കൊച്ചുമോള് വരുന്നുണ്ടല്ലോ. വാ മോളെ, വാ വാ. अरे बाबा रुको, ओ माय डार्लिंग. मम्मी, प्यारी जानो, गिव मी a look. रुको रुको, अरे बाबा रुको, ओ माय जानो, गिव मी a look. रुको रुको रुको,
தொணுக்கொள்ளும் இருப்பாண்டே துரும்பிலும் இருப்பாண்டே நம்பியவர் நின்று நிற்பாண்டே குங்குமத்தை வப்பாண்டே கொஞ்சி கொஞ்சி நிப்பாண்டே கொண்டவன் போல் துணையாடே கூசல்கள் வந்தால் don't be angry பொறுமையை காத்தா வாழ்க்கை ஜாங்கிரி நல்ல குடும்பம் தான் ஒரு கோவில் என்றும் தெய்வீகம் வைபோகம் கொண்டாடும் இடமல்லவா ஹஸ்பண்ட் தான் போயாச்சு சஸ்பெண்ட் தான் ஆயாச்சு ஊரறியும் ஏன் கேசுதா பட்டதெல்லாம் பட்டாச்சு கண்ணீர் ரொம்ப விட்டாச்சு ஆயிடுத்து டைவோர்ஸ் தான் திருமண வாழ்க்கை டோட்டல் வேஸ்ட் எனக்கு அதில் இனிமே இல்லை டேஸ்ட் ரொம்ப பிடிச்சது அப்பம் வீடு என்று உல்லாசம் உற்சாகம் உண்டாகும் இடமல்லவா தெரியுது 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 தெரியுதா தீம்தா 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 தெரியுதா தீம்தா 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 ஒரு மாத தலைவனை ஒதுக்குதல் தவறு நெடும் காலம் நிழல் தர உனக்கெது சுவரு ஆயிரம் காலம் பயிராய் விளைந்தது அறுவடையாகி நேற்றே முடிந்தது கோபத்தில் உண்டாச்சு கோபம் அந்த கோபத்தில் யாருக்கு லாபம் யார் என்ன சொன்னாலும் டோன்ட் கேர் நான் கூண்டுக்குள் சிக்காத ஃபீவர் அடி போக போக மாமி பேச்சு புரியும் ருக்கு 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 அரே பாபா ருக்கு ஓ மை ஜானு give me a look ருக்கு 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 bum 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 ba bum 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 ba 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 bum 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 ba bum 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 ba 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 bum விரதாண்டி நகங்களும் வளர்வது சரியா அதை நாமும் நறுக்கிட நினைப்பது பிழையா நகத்தினை மனம் போல் நீடா நறுக்கணும் ஆயினும் விரலை பின்னதாயிருக்கணும் அம்மாடியே நின்ற போட்டி இப்போ என்னாச்சு சொல்லுங்க மாமி எப்போதும் லைஃப் பார்ட்னர் வேண்டும் ஏது ஆனாலும் துணதேட தோன்றும் அன்பு 50-60 ஆன போது மலரும் தோணுக்குள்ளும் இருப்பாண்டே துரும்பிலும் இருப்பாண்டே நம்பியவர் நெஞ்சு நிற்பாண்டே குங்குமத்தை வப்பாண்டே கொஞ்சி கொஞ்சி நிப்பாண்டே கொண்டவன் போல் துணையாடே கூசல்கள் வந்தால் don't be angry பொறுமையை காத்தா வாழ்க்கை ஜாங்கிரி நல்ல குடும்பம் தான் ஒரு கோவில் என்றும் தெய்வீகம் வைபோகம் கொண்டாடும் இடமல்லவா ருக்கு 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 அரே பாபா ருக்கு ஓ மை ஜானு give me a look ருக்கு 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 നിർത്തനടാ മൂന്നെണ്ണം നീയൊക്കെ എന്തിനാടാ അടി കൂടുന്നേ എനിക്ക് കിട്ടിയ കോടിക്ക് വേണ്ടിട്ടല്ലേ അല്ല അത് തന്നെ ആ എന്നാ ആ കോടി ഞാൻ തരാം എടാ ആ കോടി ഇങ്ങ് കൊണ്ടുപോവാ ഈ
ഇന്നാ കോടി. ഇതെന്താന്ന്? എനിക്ക് കിട്ടിയ കോടിയെ ഇതാ കോടിയുമുണ്ട്. തിരിച്ചെടുത്തോ 3 കൂടെ. രണ്ടുപേരുടെ വോയിസ് ഒരുമിച്ച് പാടുന്നു. അത് ഇത്ര പ്രായത്തില് വളരെ പക്വതയോടെ തന്നെ അത് ഡീൽ ചെയ്തു. വളരെ നന്നായിരുന്നു. പാട്ടിയുടെ ഒരു ചെറുപ്പകാല ഓർമ്മ വന്ന് കാണും കൊച്ചുമോളെ കണ്ടപ്പോ അല്ലേ? അതെ. എനിക്ക് അതുപോലെ കൃതികയുടെ ഒരു വാർദ്ധക്യകാലം ഓർമ്മ വന്നു പാട്ടിയെ കണ്ടപ്പോൾ. Jai Hind TV, for the family, for the nation. ഗ്രാൻഡ് പെർഫോമൻസ്. നല്ലൊരു സെലക്ഷൻ ഓഫ് സോങ് ആയിരുന്നു. പിന്നെ പാവം തോന്നിയില്ലേ നമുക്ക് അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ കഷ്ടപ്പെട്ടത്. ബട്ട് മോളുടെ റിയൽ അമ്മൂമ്മ ഇസ് ഹിയർ അല്ലേ? അമ്മൂമ്മ ശരിക്കും 1958 അമ്മൂമ്മ ഗാനഭൂഷണം പാസ്സായത് അല്ലേ? അപ്പം ഇത്രയും സീനിയർ ആയ ഒരു സിംഗറിനെ നമുക്ക് കിട്ടി ഇന്ന്. എന്താ പറയാനുള്ളത് കൊച്ചുമോളെ പെർഫോമൻസ് കണ്ടിട്ട്? കൊച്ചുമോളുടെ പെർഫോമൻസ് ഒരുമായി നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. കൊച്ചുമോള് ഞാനാണ് അവളുടെ ആദ്യത്തെ ഗുരു. പിന്നെ അവളിപ്പോ നല്ലോണം കർണാറ്റിക് മ്യൂസിക്കാണ് അവൾക്ക് ഏറ്റവും പ്രാധാന്യം. കർണാറ്റിക് മ്യൂസിക്കാണ് ഞങ്ങള്. അതെ. പിന്നെ 2-3 സിനിമയിലൊക്കെ അവൾ പാടിയിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിലും വലിയ ആൾക്കാരുടെ അനുഗ്രഹത്തിലും കൊച്ചു നന്നായിട്ട് ഇനിയും മേലേക്ക് മേലെ നല്ല ഐശ്വര്യമായിട്ട് നന്നായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മേഘന ശരിക്കും പാട്ടിന്നാണ് വിളിക്കുന്നത്? എങ്ങനെ വിളിക്കുന്നത്? പാട്ടിയുടെ ഒരു ചെറുപ്പകാല ഓർമ്മ വന്ന് കാണും കൊച്ചുമോളെ കണ്ടപ്പോ അല്ലേ? അതെ. എനിക്ക് അതുപോലെ കൃതികയുടെ ഒരു വാർദ്ധക്യകാലം ഓർമ്മ വന്നു പാട്ടിയെ കണ്ടപ്പോൾ. ശരിക്കും അതേ ഒരു സാരിയും ഒക്കെ ഉടുത്ത് ഇതുപോലെ ഒരു പാട്ട് പാടും. തീർച്ചയായിട്ടും പറ്റും. സ്റ്റേജിൽ ഇപ്പൊ നടക്കാൻ ചില ബുദ്ധിമുട്ടായിട്ട് നമ്മൾ വിളിക്കണില്ല. പക്ഷെ അവിടെ ഇരുന്ന് പാടിയാ 1958 ഗാനഭൂഷണം എന്നൊക്കെ പറയുമ്പോ ചേച്ചിനെ പറയുന്നു ആ സമയത്ത് പാട്ട് പഠിപ്പിക്കാനും പാടാൻ വിടാൻ തന്നെ വീട്ടിൽ നിന്നൊക്കെ ചില മിക്ക ഫാമിലീസിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് പോയി പഠിക്കാനും ഒക്കെ പറ്റിയതിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നു, ബഹുമാനം തോന്നുന്നു. ഓക്കെ. എന്നാലും എന്തോ പറഞ്ഞു വന്നായിരുന്നല്ലോ പാട്ടി? വളരെ സന്തോഷമുണ്ട്. ജൂനിയർ അതെ, ഏറ്റവും ഫസ്റ്റ് ബാച്ചാണ്. അക്കാഡമി തുടങ്ങിയപ്പോൾ ഉള്ള ബാച്ചാണ്. ബാച്ചിൽ പെട്ടതാണ് ഞാൻ. ആർമി മ്യൂസിക് അക്കാഡമി തുടങ്ങിയപ്പോൾ ഉള്ള ബാച്ചിലുള്ളതാണ്. പാട്ടി ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടിയാൽ സന്തോഷം. അത് കഴിഞ്ഞ് എന്തായാലും ഈ റുക്കുന്നുണ്ട്, അതിന്റെ രണ്ടുപേരും കൂടെ പാടാൻ പറ്റുമോ? അത് അറിയത്തില്ല. അത് ഇത്തിരി വിഷമാണ്. എന്നാ ശരി, അറിയാവുന്ന ഏതെങ്കിലും. പാഹി ജഗജനനീ പാഹി മാം, പാഹി ജഗജനനീ പാഹി മാം, കരുണയ പങ്കേരുഹ നയനേ പാഹി ജഗജനനീ പാഹി മാം, കരുണയ പങ്കേരുഹ നയനേ പാഹി ജഗജനനീ. ഓക്കെ,
പാട്ടി, ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. ശരിക്കും നമ്മുടെ വീട്ടില് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം തന്നെ നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അവരുള്ളപ്പോൾ നമുക്കൊരു ധൈര്യമാണ്. അതൊന്നും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കത് ഇല്ലാത്തതുകൊണ്ട് മോക്കത് ഉള്ളപ്പോ മോക്ക് അതിന്റെ വില ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കും. പക്ഷെ എനിക്കിപ്പോ ഇവിടുന്ന് കാണുമ്പോൾ അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാരും കൂടി ഇരിക്കുമ്പോൾ മോക്ക് എന്ത് വലിയൊരു സന്തോഷം. ഇതിപ്പരം ഒരു ഭാഗ്യം കിട്ടാനില്ല കേട്ടോ. താങ്ക് യു. ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ഓക്കെ, ബീച്ചേട്ടാ. മോളെ നന്നായിരുന്നു മോളെ കേട്ടോ. നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ഓഫ് സോങ് ആണ്. കാരണം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പാട്ടാണ്. 2 ഒക്ടേവ്സിൽ പാടേണ്ടി വരുന്നു. മോളത് അറിഞ്ഞുകൊണ്ട് എടുത്തതാണോ? അനുബേട്ടൻ എടുത്തതാണ്. ഓക്കെ, എന്തായാലും നന്നായി. അത് ഒരുപാട് ടെൻഷൻ ഉള്ളൊരു പാട്ടായിരിക്കും മോക്ക്, ഒരു സിംഗർ എന്ന് പറയുന്ന രീതിയിൽ. കാരണം 2 പേര് പാടിയ പാട്ടല്ലേ അല്ലേ? മറ്റേ ബേസ് വോയിസ് ആരാ പാടിയേ? കമലഹാസൻ സാറ് തന്നെയാണ് പാടിയത്. ഫീമെയിൽ വോയിസ് സുജാത ചേച്ചിയാണ് പാടിയത്. അപ്പൊ 2 പേരുടെ വോയിസ് ഒരുമിച്ച് പാടുന്നു. അത് ഇത്ര പ്രായത്തില് വളരെ പക്വതയോടെ തന്നെ അത് ഡീൽ ചെയ്തു. അത് 2 ഒക്ടേവ്സ് പാടിയതിന്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് താഴെ ചെറുതായിട്ട് എത്താതിരിക്കുക, മുകളിൽ കുറച്ച് സ്ട്രെയിൻ വരിക, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും തോന്നിയില്ല കേട്ടോ. നന്നാക്കി. കൃത്തിക, കിടിലൻ പാട്ടായിരുന്നു. കാരണം ഈ പാട്ട് അങ്ങനെ പാടി കേട്ടിട്ടുമില്ല. മോഹൻചേട്ടാ കലക്കി ഉഗ്രൻ. ഈ പാട്ടിന് ഭയങ്കര മൊത്തം എല്ലാവരും കൂടെ ചേർന്നപ്പോഴേ ഞാൻ ശരിക്കും ഒറിജിനൽ പാട്ട് ഇനി കട്ടാൻ പേസ്റ്റ് ചെയ്താണോന്ന് വരെ വിചാരിച്ചു. പക്ഷെ ഭയങ്കര രസമായിട്ട് ആ തബലയും എല്ലാരും കൂടെ വന്നപ്പോ ആ പാട്ടിന് മൊത്തം ഏറ്റവും തൂണുകൊള്ളും ഇരുപ്പാണ്ടി ടൻ ടൻ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. മോൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ബേസ് വേർഷൻ ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എനിക്കൊന്ന് ക്ലാസിക്കൽ കുള്ളായി പഠിക്കുന്നത് കൊണ്ടും അല്ലെ, അതാണ് മോക്ക് ഒരു സുഖം. കുറച്ച് ചില സ്ഥലങ്ങൾ മാത്രം ബേസ് നായി പോയെന്നുള്ളൂ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മുകളിലോട്ടുള്ള ഇതൊക്കെ ആണെങ്കിലും സുജാ ചേച്ചി പാടിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും നല്ല രസമായിട്ട് തന്നെ പാടി. പിന്നെ നല്ല വരികളല്ല ഈ പാട്ടിന്റെ. നല്ല കുടുംബമാണ്, ഒരു കോവിൽ മാതിരിയാണ് എന്നൊക്കെ പറഞ്ഞ വരി എനിക്ക് കേട്ടപ്പോ തന്നെ എനിക്ക്, പിന്നെ അതിന്റെ അനുപല്ലവിയൊക്കെ മൊത്തം നല്ലൊരു ട്യൂണ്. ശരിക്കും നല്ലൊരു പാട്ട്. ഈ പാട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം ഇപ്പൊ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം. ഇനി പോയി പഠിക്കാനും പാടാനും ഒക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച്, അതുപോലെ കോമഡി ചെയ്ത അവരാണെങ്കിലും ആ പാട്ടിയാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും എല്ലാവരും കൂടെ നല്ലൊരു ആനച്ചന്തം ഉണ്ടായിരുന്നു കാണാൻ കേട്ടാ. மாமி பார்க்க ரொம்ப அழகா இருக்கு. ഫസ്റ്റ് ക്ലാസ്സാ പാടുന്നത്. നല്ലൊരു തീം. അതായത് ഈ പാട്ടിന്റെ പുറകില് ഇങ്ങനെ ഒരു തീം വളരെ നന്നായിരുന്നു. അതായത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു തീമാണ്. പൈസ ഉണ്ടെന്ന് അറിഞ്ഞാല് ഏത് അമേരിക്കയിലും ഏത് സ്വർഗരാജ്യത്തുള്ളവരും ഓടിക്കൂടും. അത് കഴിഞ്ഞ് കണ്ടോ പാട്ടിയും പാട്ടാവയൊക്കെ ആഹാരം കഴിപ്പിച്ച് കൊന്ന് കഷ്ടപ്പെടുത്തി അങ്ങനെ പിന്നെ സേവിക്കും. അതില്ലാന്നറിഞ്ഞ് വെറും ഒരു കോടിമുണ്ടാണെന്ന് അറിയുമ്പോഴത്തേക്കും ഉള്ള പോകുന്നത് നല്ല ഒരു കോൺസെപ്റ്റാണ് ഈ പാട്ടിന്റെ പുറകില്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിന്റെ ലിറിക്സിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടെടുക്കാൻ ഒരു വഴിയില്ല. അത് നന്നായിട്ട് ഇന്റലിജന്റ്ലി യു ഹാവ് വർക്ക്ഡ് ഔട്ട്. ആരാന്നറിയില്ല, ആരാലും നല്ലൊരിതാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്, ഇങ്ങനെ ഒരു അമ്മൂമ്മയെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. നമ്മുടെ ജീനില് നമസ്കാരം നമ്മുടെ ജീനില് ഒരു ട്രഡീഷണൽ എലിമെന്റ് ഉള്ളതാണ് നമ്മുടെ എല്ലാ ഉന്നതിക്കും കാരണം. ഇപ്പൊ ഞാൻ പാടുന്നത് എന്റെ അച്ഛന്റെ പാട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ മോള് പാടണമെന്ന് വെച്ചാൽ അതിന് ആദ്യം അമ്മൂമ്മയെ, എങ്ങനെ ഒരു അമ്മൂമ്മയും ഇത് തന്ന ഈശ്വരനെയും തൊഴണം. പിന്നെ അതുമാതിരി കോമഡി ചെയ്ത് കാണിച്ചത് വളരെ നന്നായിരുന്നു. മോളുടെ പാട്ട് അത് ബിജി പറഞ്ഞത് മാതിരി 2 ഒക്ടേവ് ഞാൻ അസാധ്യമായിട്ട് പാടി കേട്ടോ. ഞാൻ അത് തുടങ്ങിയപ്പോൾ ഞാൻ വെച്ചു പിച്ച് കുറച്ച് കുറവല്ലേ, കുറച്ചുകൂടെ എടുക്കാമായിരുന്നു. വെച്ചാൽ ബേസ് കുറച്ചിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നോന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ പിച്ച് ആകാമല്ലോ എന്ന് തോന്നി. പക്ഷെ പിന്നെ അതിന്റെ നെക്സ്റ്റ് ഓക്ടേവ് പാടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് പിച്ച് ഇത്രയും കുറച്ചെടുത്തത്. പക്ഷെ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തു. അത് വളരെ ബോൾഡായിട്ടാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. അതിന് പ്രത്യേകം കൺഗ്രാലേഷൻസ്. ഇവര് വേഷം അയ്യോ അസാധ്യമായിരുന്നു. മാമിയുടെ പുടവെടുക്കലും എല്ലാം അസാധ്യമായിരുന്നു. ഇവരൊക്കെ നന്നായിട്ട് ചെയ്തു. ഓൾ ടുഗദർ വളരെ എന്താ പറയണത്, കണ്ണിന് നല്ലൊരു കാഴ്ച, ചെവിക്ക് നല്ലൊരു പിന്നെ എന്താണ് വിരുന്ന്. വളരെ നന്നായിരുന്നു. താങ്ക് യു ജഡ്ജസ്. ഋതിക, നല്ല കമന്റ്സ് ആണ്. എനിക്ക് നല്ല മാർക്സ് കിട്ടുമോ നോക്കാം. ഔട്ട് ഓഫ് 30 ബി ചേട്ടാ 27.5 out of 30.
എക്സ്പ്രഷൻ നന്നായിരുന്നു മോളെ. 2.75 ഔട്ട് ഓഫ് 3. താങ്ക് യു ചേട്ടാ. റീം ചേച്ചി. കൃതിക കുട്ടി 27.5. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസിന് 3.75. താങ്ക് യു റീം ചേച്ചി. ചേച്ചി 28. 28. മറ്റേത് നല്ല നല്ല പാട്ടും ഇത് നല്ല കോർഡിനേഷൻ ആയിരുന്നു. 2.75 on 3. 2.75 on 3. Kritika, your total score is 92.25 on 100. പാർട്ടി വന്നതുകൊണ്ടാണോ നല്ല സ്കോർ? അല്ല, അറിയില്ല. മോള് നന്നായി പാടിയത് കൊണ്ട് തന്നെയാണ്. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. അടുത്ത റൗണ്ടിൽ ഇതിനേക്കാളും നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് തരണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ സുന്ദരിക്കുട്ടി മേഘന നല്ലൊരു അവതാരിക മാത്രമല്ല, നല്ലൊരു സിംഗർ കൂടിയാണെന്ന് പോയ വർഷമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്രാവശ്യവും ഈ എപ്പിസോഡിലും മേഘന നിങ്ങൾക്കായിട്ട് ഒരു കിടിലൻ പാട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ചൂടോടെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് തരുന്നു. ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരും നിൻ ബാല്യം
ചിത്ര ചേച്ചി പാടിയത് വേറൊരു ഇത് വേർഷൻ ആണെങ്കിലും മോള് പാടിയതിൽ ഈ ഒരു ടച്ചും കൂടെ വന്നപ്പം ഒരു ആഡഡ് ഫ്ലേവർ ആയി. എല്ലാം കൊണ്ടും നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. രാജാവിൻ പാർവൈ റാണിயின் പക്കം കൺ തേടുതേ സ്വർഗം. മോളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മോളുടെ എക്സ്പ്രഷൻ ആണ്. പൂരണ നിലവോ പുന്നകൈ മലരോ, പൂരണ നിലവോ പുന്നകൈ മലരോ, അഴകിனை വடித்தேன் അമുദத்தை കുടിத்தேன் അணைக்க തുടിத்தேൻ. പാട്ടിലൊരു എന്താ പറഞ്ഞ ഒരു എക്സ്പ്രഷൻ വൈസ് കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മഹാകവി കാളിദാസ വിരചിതം അഭിജ്ഞാന ശാകുന്തളം നാമ നാടകസ്യ ചതുർത്ഥാംഗം അഭിനേതുമിച്ഛാമി. കഥയൊരാവർത്തനമാണെങ്കിലും ആകാശമേ വർണ്ണങ്ങൾ മാറ്റുന്നു നീ. ഒരാലോചന പൂന്തിങ്ങളിലും ഞാനിടാം, പൂന്തിങ്ങളിലും ഞാനിടാം. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.